ഓക്കെ, നമ്മൾ നേരത്തെ ഓർണമെന്റ്സ് പറഞ്ഞപ്പോഴേ ആ മാല എന്താ ചേച്ചി അത്? ഇതോ? ഇത് 100% ക്രിസ്റ്റൽ അല്ല, എന്നാലും ക്രിസ്റ്റലിന്റെ ഒരു വകഭേദമാണ്. ഇതെന്റെ ഗുരുനാഥ. എനിക്ക് കുറെ ഗുരുക്കന്മാരും ഗുരു പത്നികളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു രചന ഠാക്കൂർ എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ട്, അവർ നാഷണൽ അവാർഡ് വിന്നറൊക്കെ ആണെന്നാണ് എനിക്ക് സംശയം. ഞങ്ങളൊക്കെ 10-20 വർഷം മുമ്പേ ഇങ്ങനെ നടന്നിരുന്ന വേൾഡ് സ്പിരിച്വൽ മീറ്റിൽ അവിടെ ഇവിടെയൊക്കെ. അപ്പൊ എത്ര വർഷമായി ഞാൻ എന്നുള്ളത് ചിന്തിച്ചോളൂ. അവരെ ഈ കുംഭസ്നാനത്തിന് കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, മാജി ജൽദി ആ മേരെ സത്ത്. അവര് സെക്ടർ 6 ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു അഘോരികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പം ആ അമ്മ എനിക്ക് സമ്മാനിച്ചതാണ്. കയ്യിൽ കിടക്കുന്ന ഇതൊക്കെ ഞാൻ സ്വർണ്ണം ഇടാറില്ല. 2012 സ്വർണങ്ങളൊക്കെ അവസാന കമ്മലും ദാനം ചെയ്തതിന് ശേഷം സ്വർണം ഉപയോഗിച്ചിട്ടില്ല. ആര് ചോദിച്ചാലും സ്വർണങ്ങളൊക്കെ കൊടുക്കും എന്തായാലും. കാരണം ഞാനൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നും ഞാനൊന്നും കൊണ്ടുപോവില്ല എന്നും വളരെ ബോധ്യമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാലോ, ഇല്ലെങ്കിൽ ഒരാൾക്ക് ഇന്നത്തെ പോലത്തെ അല്ലല്ലോ അന്നത്തെ ചാരിറ്റി. അന്ന് നമ്മളത് തന്നെയാണ് എടുത്തു കൊടുക്കുന്നത്. ഇന്ന് ആരടുത്തു നിന്നൊക്കെയോ കളക്ട് ചെയ്ത് കൊടുക്കുന്നവർ വലിയ പണ്ഡിതരും സ്വയം അന്ന് കൊടുത്തിരുന്ന നമ്മളൊക്കെ ഒന്നും അല്ലാത്തവരുമാണ്. പക്ഷെ എത്രയോ പേരെ ഞാൻ ഇതുപോലെ ജീവിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലെല്ലാം കൊടുത്തു തീർത്തു. എനിക്കൊന്നും വേണ്ട എന്നുള്ള തീരുമാനിച്ചു. പിന്നെ വെള്ളി ആഭരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ വെള്ളി എങ്ങനെ ഒരിത് കണ്ടാലും ഞാനത് വാങ്ങി ഇതുപോലെ ഇടും. ഇതാണ് വെള്ളി. ഉണ്ടാവും, അതൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. കൊറേ ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുന്ന തരത്തില് നിറച്ചുണ്ട് കയ്യില്. ഓക്കെ, എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലേ? എല്ലാം സെപ്പറേറ്റ് ആണ്. നമ്മള് 7 ഓക്കെ, നമ്മള് നേരത്തെ പറഞ്ഞിരുന്നല്ലോ കമന്റ്സ് ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ചേച്ചി ഇൻഡസ്ട്രിയിൽ വന്ന സമയത്തെ ഇൻഡസ്ട്രി അല്ല ഇപ്പൊ. അതായത് പോകുമ്പോ തന്നെ ഇപ്പൊ ക്യാമറയും കൊണ്ട് വരും, ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യും, സംസാരിക്കാൻ വരും. അപ്പൊ ചേച്ചിക്ക് ഈ ഒരു ഷിഫ്റ്റ് എങ്ങനെ തോന്നും ചേച്ചിക്ക് പുറത്തിറങ്ങി കഴിയും? സത്യം പറഞ്ഞാൽ ഞാൻ അമ്മ അസോസിയേഷനിൽ ലാസ്റ്റ് പോയത് തലയില് മുക്കാടൊക്കെ ഇട്ടിട്ടാണ്. അതായത് ഒരിക്കലും അങ്ങനെ ഒരു വെസ്റ്റേൺ ഡ്രസ്സിൽ പോവാത്ത ഞാൻ ആ ലാസ്റ്റ് അമ്മ അസോസിയേഷനിൽ വോട്ട് ചെയ്യാൻ വെസ്റ്റേൺ ഡ്രസ്സിൽ പോയി തലയൊക്കെ മൂടി തൊപ്പിയൊക്കെ വെച്ചിട്ടാ പോയത്. എന്തിനാ? ഇവരിതിങ്ങനെ പിടിച്ചിട്ട് ഇതറിയോ, എന്താണ് അറിയാനുള്ളത്? ഇന്ന് ഇവിടെയുള്ള പെൺകുട്ടികൾ ഉടുക്കുന്ന ഡ്രസ്സുകൾ കണ്ടാൽ തന്നെ അങ്ങനെയുള്ള കാലത്ത് പണ്ടെങ്ങാണ്ട് നമ്മൾ അഭിനയിച്ച സിനിമയിലുള്ള കുറെ ഭാഗങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ട് ഇവരിതല്ലേ എന്ന് പറയുമ്പോൾ അതിനെന്തർത്ഥമുള്ളത്? നമ്മൾ അഭിനയിക്കുകയാണ്. അന്ന് നമ്മുടെ കാലത്തില് 1987-88 കാലത്തിലൊക്കെ അഭിനയിച്ച എല്ലാ നടീനടന്മാരും അഭിനയിക്കുന്ന പോലെ തന്നെയൊക്കെ നമ്മളും അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ എത്ര 3 മണിക്കോ 2 മണിക്കോ ഒക്കെ പടം ഇടുന്നു എന്ന് പറയാം. അതൊന്നും നമ്മളല്ല. അത് കാണാനും ഈ കേൾക്കാനും ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ലേ? നമ്മുടെ മുഖം കാണിക്കും, ബാക്കിയെല്ലാം ഈ ഫോറിനേഴ്സിന്റെ ഇവരെയൊക്കെ എന്തൊക്കെയോ വെട്ടിയെടുത്തിട്ടാണ് ഈ നൂൺ ഷോകൾ കാണിച്ചിരുന്നത്. അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൂട്ടം ജനതയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അന്ന് ആ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി പോയിരുന്നല്ലോ ചേച്ചി. അതെ. അപ്പൊ എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോകുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പച്ചക്കറി വാങ്ങാൻ പോകുന്നുണ്ട്. ഞാൻ ഈ നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ഒരാൾ പോലും എന്നെ ശൂശൂന്നോ അയ്യോന്നില്ല. അവർക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ വരുമ്പോ. ചേച്ചി ഇല്ലെങ്കിൽ അമ്മ എന്നുള്ള വിളിയാണ് അവരിൽ നിന്ന് കേൾക്കുന്നത്. പക്ഷെ ഒരു പറ്റം ആളുകള് അവരെന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്നും ഇന്നലെയല്ല, വർഷങ്ങളായിട്ട് അത് നടന്നു പോകുന്നുണ്ട്. ഒരേപോലെയുള്ള ആ ഒരു കമന്റ്സ് ആയിരിക്കും അതിൽ വരിക. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ കമന്റ്സ്, അതൊരു 10-50 പേര് ഒന്നിച്ചിരുന്നിടും. അതൊരു കോള് പോവും, ദേ അവളുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, താഴെ ടക്കെന്ന് വരും 50 പേര് ഒരേപോലെ. അത് കഴിഞ്ഞാൽ അയ്യോ ചേച്ചി, നല്ല ആൾക്കാര്, എന്നെ അറിയുന്നവർ അല്ലാത്തവർ വന്ന് ആ പറഞ്ഞിരിക്കുന്നതിന് ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ ഇന്റർവ്യൂവിനെ പറ്റിയിട്ടുള്ള കറക്റ്റായ കണ്ടന്റ് താഴെ എഴുതിയിടും. അവരെല്ലാം ശരിക്കും അത് കണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കി പറയുന്നവരാ. മറ്റതങ്ങനെയല്ല. ഒരാളെ മുഖം കാണുമ്പോഴത്തേക്കും അവിടെ ഒരു കമന്റ് ഇട്ടിട്ട് പോകും. വെറുതെ പോകുമ്പോ ഒന്ന് വലിച്ചെറിഞ്ഞിട്ടിട്ട് പോകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ചേച്ചി ഇപ്പൊ ഈ പറഞ്ഞ ഇൻസിഡന്റ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിവാദമായിരുന്നല്ലോ. ചേച്ചി ആ സമയത്ത് എങ്ങനെയാ അത് നമ്മള്
പുറത്തിറങ്ങണം, ആൾക്കാരെ ഫേസ് ചെയ്യണം, ജീവിക്കണം, ഒറ്റയ്ക്കാണ്. അപ്പൊ എങ്ങനെയാ ചേച്ചി അതിനെ ഓവർകം ചെയ്യുന്നത്? എനിക്ക് യാതൊരു ഇതുമില്ല, ഭയം എന്ന വികാരമേ ഇല്ല. ഒരു പിന്നെ അടക്കമരം, അടക്ക എന്ന് പറഞ്ഞ പാക്കുണ്ട്, ആ പാക്ക് കൃഷി ചെയ്യുന്ന ഒരു പിന്നെ കൃഷി സ്ഥലത്തെ കൂടെ നമ്മൾ പോകുമ്പോൾ ഒരു പാക്കെടുത്ത് ചുരുട്ടി നമ്മളെ മടിയിൽ വെച്ചാൽ നമ്മൾ അപ്പപ്പ തപ്പി നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ, ഒരു ഭയം ഉണ്ടാവും. കാരണം ഞാനത് എടുത്തു. ആ ഒരു എടുക്കാതെ അതിൻ്റെ ഉള്ളിലേക്കൂടെ നടന്നു പോകുന്ന എനിക്ക് ഭയമില്ല. കാരണം ഞാൻ ഒന്നും എടുത്തില്ല. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് അയ്യോ ഇവരെന്ത് പറയാൻ, എനിക്ക് ഭയമേ ഇല്ല. എന്തോ പറഞ്ഞോട്ടെ, അതവർ, ഇത് ഞാൻ. മനസ്സിലായോ? ഒരു 10 കുടത്തിന്റെ വായ മൂടിക്കെട്ടാം, 1000 കുടത്തിന്റെ വായ മൂടിക്കെട്ടാം. 10 മനുഷ്യരെ പോയിട്ട് ഒരാളെ വാ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റൂ? പറ്റത്തില്ല. അത്രേ ഉള്ളൂ. എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയോ? എനിക്കറിയാം. ഇവരിങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ എത്രയോ മനുഷ്യർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കതൊരു നിസ്സാരമാണ്. അവരെറിഞ്ഞ വെറും ഒരു കല്ല് പോയി പതിച്ചത് ചിലപ്പോൾ ആ ഹൃദയത്തിലായിരിക്കും. അത് താങ്ങാൻ പറ്റാതെ, സ്വന്തം സഹോദരങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ, സ്വന്തം അച്ഛനമ്മമാരെ ഫേസ് ചെയ്യാൻ പറ്റാതെ എത്രയോ മക്കളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്തു പോയി. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല, ഇവര് കാരണമാണ് അവർ പോയി ആത്മഹത്യ ചെയ്തത്. ഇതിനൊക്കെ ഒരു തിരിച്ചടിയാണ് മുജ്ജന്മ പാവം, മുജ്ജന്മ കർമ്മം. നമ്മൾ പറയില്ലേ, നമ്മൾ ഈ ജന്മത്തൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ദുരിതങ്ങൾ? നിങ്ങൾ ഒരു നിസ്സഹായനെ, അവന് പ്രതികരിക്കാൻ പോലും പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ജീവനുകളെ നിങ്ങൾ കടന്നാക്രമിച്ചിട്ടുണ്ടോ? 7 തലമുറ ആ പാപം നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ്. അതാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. സോ ചേച്ചി, അപ്പൊ നമുക്ക് ആത്മയുടെ കാര്യത്തിലേക്ക് എത്താം. ആത്മയുടെ അവാർഡും എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും ഒക്കെയാണ്. എല്ലാം കാണുക, സന്തോഷിക്കുക, അവരിലൊരാളാകുക. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം മനുഷ്യന്റെ സ്ഥായിയായ ഭാവമാണ്. നമ്മളെല്ലാവരും പറയല്ലേ, നമുക്കെല്ലാം ഒരു മനുഷ്യന്റെ സ്ഥായിയായ ഭാവം ദുഃഖമാണ്. അല്ല, കുറച്ച് സമയം നമ്മൾ സന്തോഷിക്കുന്നുള്ളൂ. എങ്കിലും നമ്മൾ സന്തോഷം ആക്കാൻ അഭിനയിക്കുന്നു. അതെ, അഭിനയിക്കുന്നു. ആ അഭിനയത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ചിരിച്ചിരിക്കുക. എന്തറിയോ, നമ്മൾ പബ്ലിക് ഫിഗറാണ്. നമ്മൾ എപ്പോഴും ചിരിച്ചിരിക്കുന്നത് കാണാനാണ് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ നമുക്കും. അപ്പൊ ആ സന്തോഷം ഉള്ളിടത്തേക്ക് കൂടുതൽ സമയം നമ്മൾ പോയിരിക്കും. അപ്പൊ ഇവിടെ ഇത്രയും പേരുടെ കൂട്ടായ്മയിൽ ഇത്രയും വലിയൊരു സന്തോഷം നടക്കുമ്പോൾ നമ്മളെ മക്കളായിട്ട് അഭിനയിച്ചവർ, നമ്മുടെ ഭർത്താവായിട്ട് അഭിനയിച്ചവർ, നമ്മുടെ കാമുകനായിട്ട് അഭിനയിച്ചവർ, എല്ലാവരുടെ ഒരു സംഗമമാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് അവര് കാണിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മളും കണ്ടും കേട്ടും കുശലം പറഞ്ഞും ഇത്തിരി ആഹാരമൊക്കെ കഴിച്ച് ഒരു ദിവസം അങ്ങോട്ട് കളഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ വീട്ടിൽ പോകുന്നു. വയസ്സാകുമ്പോൾ, പ്രായമാകുമ്പോൾ നമ്മൾ ഇതെല്ലാം അയവിറക്കും. നമുക്ക് വേറെ ഒന്നുമില്ല ആ സമയത്ത്. ചിന്തകൾക്ക് മാത്രമേ മരണം സംഭവിക്കാതിരിക്കുള്ളൂ. കൈകാലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റാതെ ഒക്കെ വരുമെങ്കിലും നമ്മുടെ ചിന്തകൾ അവിടെ കിടക്കും, നല്ല ഓർമ്മകൾ കിടക്കും. ആ ഓർമ്മകളിൽ ഇന്നത്തെ ഓർമ്മയും കൂടെ ചേർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നി. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിനും അത് ഇതേപോലെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേച്ചി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us and all the very best. താങ്ക് യു വെരി മച്ച്.